നോട്ട് ചെയ്ത് വെച്ചേ. ആ ഇപ്പൊ ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷനാണ് കാണുക. ഒന്നാമത്തത് പാർട്ട് മോഡലിംഗ്, രണ്ടാമത്തത് അസംബ്ലി ഡിസൈന്, മൂന്നാമത്തത് ഡ്രോയിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് സിംഗിൾ 3D കോമ്പണന്റ് ഡിസൈൻ ചെയ്യാനുള്ള ടൂളാണ്, അല്ലെങ്കിൽ ഒരു വർക്ക് ബെഞ്ചാണ് പാർട്ട് മോഡലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ രണ്ടോ അതിലധികമോ പാർട്ടുകൾ നമ്മൾ അറേഞ്ച് ചെയ്യും. ഒരു പാർട്ടിന്റെ റെഫറൻസ് യൂസ് ചെയ്ത് വേറൊരു പാർട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുന്ന ഒരു അസംബ്ലി മെത്തേഡ് ഉണ്ട്. അതിനാണ് നമ്മൾ ഈ അസംബ്ലി വർക്ക് ബെഞ്ച് യൂസ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഈ 3D അറേഞ്ച്മെന്റ് ഓഫ് പാർട്സ് ആൻഡ് ഓർ അതർ അസംബ്ലീസ്. അതേപോലെ തന്നെ ഈ അസംബ്ലീസിന്റെയോ അതല്ലെങ്കിൽ സിംഗിൾ കോമ്പണന്റ് 3D കോമ്പണന്റെയോ 2D എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു വർക്ക് ബെഞ്ച് അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ് ഈ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ടൂൾ ബാറുണ്ട്. പാർട്ടാണ് ഈ പാർട്ട് മോഡലിംഗ് എന്ന് പറയും കോമൺലി. ഒരു കമ്പനിയൊക്കെ നമുക്കൊരു ഇന്റർവ്യൂയിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒന്നെങ്കിൽ പാർട്ട് മോഡലിംഗ് അറിയോ, 2D ഡ്രോയിങ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അസംബ്ലി ഡിസൈൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് കമ്പനി ചോദിക്കുക മേജറായിട്ട്. അപ്പൊ അതില് പാർട്ട് മോഡലിന്റെ, അതായത് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2D സ്കെച്ചിങ് മുതൽ 3D മോഡലിംഗ് കാര്യങ്ങൾ മൊത്തം നമുക്ക് ഈ പാർട്ട് മോഡൽ ചെയ്യാം. ഒന്നുമില്ല, ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തത് വർക്കാവും. നമ്മൾ ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് സിസ്റ്റം കാണിക്കുക IPS ആണ്. IPS ആണ് ഇഞ്ച് പൗണ്ട് സെക്കൻഡ് ആണ്. നമ്മളത് MMGS മാറ്റണം. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ട യൂണിറ്റ് ആണ് MMGS. അപ്പൊ ഡയറക്റ്റ് വിൻഡോ തന്നെ കാണിക്കും MMGS ചേഞ്ച് ചെയ്യുക. അതല്ലെങ്കിൽ ഒരു തവണ ചേഞ്ച് ചെയ്താൽ പിന്നെ ചോദിക്കില്ല കേട്ടോ. ഞാൻ ഓൾറെഡി ചേഞ്ച് ചെയ്തതിനെ കൊണ്ടാണ് എന്റെ ചോദിക്കാത്തത്. അതല്ലെങ്കിൽ ഇവിടെ കണ്ടോ MMGS എന്ന് കണ്ടോ, ഇത് ചിലപ്പോൾ IPS ഉണ്ടാവുക, ഇഞ്ച് പൗണ്ട് സെക്കൻഡ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ട MMGS ആണ്, മില്ലിമീറ്റർ ഗ്രാം സെക്കൻഡ്. ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കണേ. കേൾക്കുന്നുണ്ടല്ലോ പറയുന്നത് അല്ലേ? ഉണ്ട്. ഓക്കെ, ഈ MMGS ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ യൂണിറ്റ് സിസ്റ്റം കറക്റ്റ് ആയി. അതിനുശേഷം നമുക്ക് ഇതാണ് നമ്മളെ വർക്ക് സ്പേസ്. ഇവിടെ നമുക്ക് വരയ്ക്കാൻ ഡിസൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരിക. ഇപ്പൊ യൂണിറ്റ് ഒന്നെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യുക, അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി പറഞ്ഞുതരാം. ഇവിടെ ഒരു ഗിയറിന്റെ സിമ്പിൾ കണ്ടില്ല, ഇത് ഓപ്ഷൻസ് ആണ്. ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു കാര്യം ചോദിക്കും. സിസ്റ്റം ഓപ്ഷൻസിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസും സിസ്റ്റം ഓപ്ഷൻസും ഉണ്ടാവും. ഇതിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം യൂണിറ്റ്സ്. അപ്പൊ അത് നമ്മൾ ഈ യൂണിറ്റ്സ് എടുത്തിട്ട് ഇവിടെ നോക്കിയേ, യൂണിറ്റ് സിസ്റ്റം MKS കാണിക്കുന്നുണ്ട്. മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ഉണ്ട്, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് ഉണ്ട്. CGS സിസ്റ്റം, MK സിസ്റ്റം നമ്മൾ പണ്ട് പഠിച്ചാണ്. MMGS ഉണ്ട്, IPS ഉണ്ട്, കസ്റ്റം ഉണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ IPS ആയിരിക്കും ഡീഫോൾട്ട് ഉണ്ടാവുക. അതെന്ത് ചെയ്യുക, നേരെ ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക, ജസ്റ്റ് ഓക്കെ അടിച്ച് യൂണിറ്റ് സിസ്റ്റം കറക്റ്റ്. ഒന്നെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ചേഞ്ച് ചെയ്യുക, രണ്ടായാലും ഓക്കെയാണ്. അപ്പൊ നമ്മൾ യൂണിറ്റ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. അപ്പൊ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫോളോ ചെയ്യുന്നത് 2D സ്കെച്ചിങ് ആണ്. ഇപ്പൊ 2D സ്കെച്ചിങ് നമ്മൾ എപ്പോഴും ഒരു പ്ലെയിനിലാണ് വരയ്ക്കുക. ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഒരു ട്രീ പോലെ, ഇത് നമ്മൾ മോഡൽ ട്രീ അല്ലെങ്കിൽ ഫീച്ചർ ഡിസൈൻ മാനേജർ ട്രീ എന്ന് പറയും. മോഡൽ ട്രീ അതല്ലെങ്കിൽ ഫീച്ചർ ഡിസൈൻ മാനേജർ ട്രീ. ഇവിടെ നോക്കിയേ, ഇവിടെ കാണാം കണ്ട, ഫീച്ചർ മാനേജർ ഡിസൈൻ ട്രീ. ഇത് നമ്മൾ എന്തിനാ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ഓട്ടോക്കാഡ് ചെയ്യുന്ന പോലെയല്ല, നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറോ സ്കെച്ചോ 3D മോഡലിംഗ് എന്തായിക്കോട്ടെ, അതൊരു ലിസ്റ്റ് പോലെ നമുക്ക് ട്രീ പോലെ ഇവിടെ ജനറേറ്റ് ചെയ്യും. ആ ട്രീയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ സോളിഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ 2D സ്കെച്ചിന്റെ ഹിസ്റ്ററീസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം, മോഡൽ ചെയ്യാം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിയാൽ കാണാം, ഫ്രണ്ട് പ്ലെയിന്, ടോപ്പ് പ്ലെയിൻ. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, കാണാം ഫ്രണ്ട് ടോപ്പ് റൈറ്റ് എന്ന് പറഞ്ഞത്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഷോ എന്ന് കാണാം. ഷോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിനുകളൊക്കെ വിസിബിൾ ആവും. നോക്കിയാൽ പുറത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഫ്രണ്ട് പ്ലെയിൻ ഉണ്ട്, ടോപ്പ് പ്ലെയിൻ ഉണ്ട്, റൈറ്റ് സൈഡ് പ്ലെയിൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ മൗസിന്റെ വീല് സ്ക്രോൾ ഇൻ സ്ക്രോൾ ഔട്ട്, നമ്മൾ ഓട്ടോക്കാഡിൽ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുക. നോക്കിയാൽ അതേപോലെ തന്നെ മൗസിന്റെ വീൽ ഉണ്ടല്ലോ, വളരെ ശ്രദ്ധിക്കുക. സ്ക്രോൾ ഇന്നും ഔട്ടും പോലെ തന്നെ മൗസിന്റെ വീല് പ്രസ് ചെയ്തിട്ട് നമ്മൾ മൗസ് കണ്ട് റൊട്ടേറ്റ് ചെയ്താൽ വ്യൂ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, എല്ലാ രീതിയിലും റൊട്ടേറ്റ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആണ്. മൗസ് വീൽ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു വ്യൂ നമുക്ക് നോർമൽ ആയിട്ട് കിട്ടണമെങ്കിൽ, അതായത് നമ്മളെ വിൻഡോന് ഫ്രണ്ടിലേക്ക് നേരെ വരണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് പ്ലെയിൻ ആണ് നമുക്ക് നേരെ വരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട് പ്ലെയിൻ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നോർമൽ ടു. Ctrl+8 പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ ജസ്റ്റ് നോർമൽ ടു ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കണ്ടോ, നമ്മൾ ഫ്രണ്ട് പ്ലെയിൻ നമുക്ക് വിൻഡോന് നേരെ ഫിറ്റ് ചെയ്ത് വന്നു. ഇപ്പൊ ടോപ്പ് ലൈൻ ആണ് വേണ്ടെങ്കിൽ ടോപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം കേട്ടോ, ക്ലിക്ക് ചെയ്യാൻ നോർമൽ ടു, ടോപ്പ് വ്യൂ ആയി. ഇത് ഓരോന്നും ഓരോ വ്യൂ ആണ്. ഫ്രണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കാനുള്ളതാണ്. ടോപ്പ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ. നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ ഓരോ വ്യൂസ് ഉണ്ടല്ലോ പ്രൊജക്ഷൻ പ്രകാരം, ഫസ്റ്റ് ആംഗിളിലും തേർഡ് ആംഗിളിലാണെങ്കിലും
ഫ്രണ്ട് പ്ലെയിനിൽ ഫ്രണ്ട് വ്യൂ, ടോപ്പ് പ്ലെയിനിൽ ടോപ്പ് വ്യൂ, റൈറ്റ് സൈഡ് പ്ലെയിനിൽ റൈറ്റ് സൈഡ് വ്യൂ. അപ്പൊ നമ്മൾ നോക്കും ലെഫ്റ്റ് സൈഡ് വ്യൂ എവിടെ വരയ്ക്കുക, അല്ലെ ബാക്ക് വ്യൂ എവിടെ വരയ്ക്കുക, ബോട്ടം വ്യൂ എവിടെ വരയ്ക്കാൻ നോക്കും. ഇപ്പൊ ടോപ്പ് പ്ലെയിനിൽ നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കണം, നേരെ തിരിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബാക്ക് വ്യൂ ആയിരിക്കും. മനസ്സിലായി, മീൻസ് ടോപ്പ് ബോട്ടം വ്യൂ. അതേപോലെ തന്നെ ഫ്രണ്ട് പ്ലെയിൻ ആണെങ്കിൽ ഫ്രണ്ട് പ്ലെയിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബാക്ക് വ്യൂ ഉണ്ടാവുക, റൈറ്റ് പ്ലെയിനിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ലെഫ്റ്റ് സൈഡ് വ്യൂ ഉണ്ടാവുക. അങ്ങനെയാണ് വ്യൂ ചേഞ്ച് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ കണ്ടോ നിങ്ങൾ, ഇതിന് വ്യൂ ഓറിയന്റേഷൻ എന്ന് പറയും. ഈ വ്യൂ ഓറിയന്റേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമുക്ക് എല്ലാ വ്യൂസും കാണാം. ഇവിടെ മൗസ് ഇങ്ങനെ വെച്ച് നോക്കിയാണ് ടോപ്പ് വ്യൂ Ctrl+5, ഇവിടെ നോക്കിയേ ഫ്രണ്ട് വ്യൂ Ctrl+1, ലെഫ്റ്റ് സൈഡ് Ctrl+3, റൈറ്റ് സൈഡ്, ബോട്ടം വ്യൂ, അങ്ങനെ വ്യൂസ് ഒക്കെ കാണാം. ഇത് വിൻഡോ സ്പ്ലിറ്റ് ചെയ്യുന്ന സിംഗിൾ വിൻഡോ, ടു വിൻഡോ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ, പിന്നെ 4 വിൻഡോ എന്നിട്ട് വിൻഡോ സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടിയാണിത്. അതേപോലെ തന്നെ ഐസോമെട്രിക് വ്യൂ ആണ് നമുക്ക് വേണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്താൽ കാണാം ഐസോമെട്രിക് കാണാം, ഡൈമെട്രിക് കാണാം, ട്രൈമെട്രിക് കാണാം. ആംഗിളിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, എനിക്കിപ്പോൾ ടോപ്പ് ലൈനിലാണ് സ്കെച്ച് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് വ്യൂവിലാണ് സ്കെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇപ്പൊ ലെഫ്റ്റ് സൈഡ് വ്യൂയിലേക്ക് വരും. ആക്ച്വലി റൈറ്റ് പ്ലെയിനിന്റെ ഓപ്പോസിറ്റ് ആണിത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു സ്കെച്ചിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്ലെയിനിലാണ് സ്കെച്ച് കൊടുക്കുന്നത് ആ പ്ലെയിൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം സ്കെച്ച്, കണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, രണ്ടാമത്തെ ഓപ്ഷൻ സ്കെച്ച്. അതല്ലെങ്കിൽ ഇതാണ് സ്കെച്ചിന്റെ ടൂൾ ബാർ, ഈ കാണുന്നത്, ഇതിൽ ഈ കാണുന്നതാണ് സ്കെച്ച്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, പ്ലെയിൻ സെലക്ട് ചെയ്യുക, ഇവിടെ വന്നിട്ട് സ്കെച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ സ്കെച്ചർ വർക്ക് ബെഞ്ചിലേക്ക് ഇത് ചേഞ്ച് ആവും. ഇനി നമുക്ക് സ്കെച്ച് ടൂൾസ് ആണ് വരിക. നോക്കിയേ, സ്കെച്ചിൽ നമ്മൾ ഓട്ടോകാഡിൽ യൂസ് ചെയ്യുന്ന ഡ്രോ ടൂൾ ബാറിലെ ആ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഡയമെൻഷൻ കൊടുക്കാനുള്ള ഏരിയാസും കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഓട്ടോകാഡിൽ ഡയമെൻഷൻ ടൂൾ ബാർ എന്ന് പറയുന്നത് അത് ആ ഒരു മെത്തേഡ് അല്ല ഉള്ളത്. ഇതിന് ഡയമെൻഷൻ കൺസ്ട്രെയിൻസ് ആണ് യൂസ് ചെയ്യുക. അതാണ് ഈ കാണുന്ന സ്മാർട്ട് ഡയമെൻഷൻ. ഇതിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഡയമെൻഷൻ മെത്തേഡ്സും കാണാൻ പറ്റും. ഇത് ഒരു അളവ് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ആക്ച്വലി ഇത് അളവിലേക്ക് ഫിക്സ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ ഈ പാരാമെട്രിക് ടൂൾസ് പഠിച്ച സമയത്ത് ഡയമെൻഷൻ കൺസ്ട്രെയിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോകാഡിൽ. ആ ഒരു കൺസ്ട്രെയിൻ മെത്തേഡാണ് ഇവിടെ വരിക. അപ്പൊ ഈ സ്കെച്ച് എന്ന് പറയുന്നത് നമ്മൾ സോളിബക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് 3D സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിൽ സ്കെച്ച് എന്ന് പറയുന്ന പാരാമെട്രിക് സ്കെച്ചിങ് ആയിരിക്കും. അതായത് അതിനെ ജോമെട്രിക്കലിയും ഡയമെൻഷനെയും അറസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം സ്കെച്ച് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു പ്ലെയിനിൽ സ്കെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്കെച്ച് ആക്ടിവേറ്റ് ആയല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ഒക്കെ ഓഫ് ചെയ്തിടാം. ഇവിടെ വേണമെങ്കിൽ ഓരോ പ്ലെയിനും ക്ലിക്ക് ചെയ്ത് ഇവിടെ ഹൈഡ് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണും, ഒരു ഐൻ്റെ സിമ്പിൾ. ഇതിനുള്ളിൽ ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഈ എല്ലാ ഓപ്ഷനും ഹൈഡ് ചെയ്യാനും ഷോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരിക. അപ്പൊ ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന പ്ലെയിൻ, വ്യൂ പ്ലെയിൻ. ഇപ്പൊ പ്ലെയിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പ്ലെയിൻ ഓഫ് ആവും. അപ്പൊ ഈ റെഡ് കാണുന്ന നമ്മൾ ഒറിജിൻ. അപ്പൊ ഞാൻ എക്സാമ്പിൾ, ഞാൻ ഇതിലൊരു ടൂൾ എടുക്കാം, ലൈൻ ടൂൾ എടുക്കാം. ഇതൊക്കെ നമ്മൾ ഓട്ടോകാഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ലൈന്, സെൻട്രൽ ലൈന്, അതുപോലെ മിഡ് പോയിന്റ് ലൈന്, പല സാധാരണ ലൈനാണ്. ലൈൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റ് ഒറിജിൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക. നോക്കിയ ഒരു ബ്ലൂ കളറിൽ ഇങ്ങനെ റെഫറൻസ് പോലെ വരുന്നുണ്ട്, അതിന്റെ അർത്ഥം സ്ട്രെയിറ്റ് ആണ്. നമ്മൾ കമാൻഡ് യൂസ് ചെയ്യുന്ന പോലെ വർക്കൊന്നും ചെയ്യണ്ട, മൗസ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, സ്ട്രെയിറ്റ് ആണെങ്കിൽ അവിടെ സ്റ്റക്ക് ആവും. ഇൻ കേസ് ആംഗിളിലാണ് വരയ്ക്കണമെങ്കിൽ ആംഗിൾ ഇങ്ങനെ കൊണ്ടുപോകും. കണ്ടോ, എസ്കേപ്പ് അടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ആവും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇപ്പൊ ലൈനിന്റെ മുകളിൽ കുറെ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും റെഫറൻസുകളാണ്. കണ്ടോ, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഇതൊക്കെ ജോമെട്രിക് കൺസ്ട്രെയിൻ ഓട്ടോമാറ്റിക്കലി വന്നതാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അത് ഷേപ്പ് ഫിക്സറാ, ഷേപ്പ് അറസ്റ്റ് ആയിട്ടുണ്ട്. ഇൻ കേസ് ഷേപ്പ് ഫിക്സർ അല്ല, നമ്മൾ ഷേപ്പ് കൊടുക്കും. ഓക്കെ, ഇനി ഇതിൽ നോക്കിയാൽ ഇതിൽ കുറച്ച് ബ്ലൂ കളറും കാണാം, വൈറ്റ് അല്ല, ഡാർക്ക് കളർ, ബ്ലാക്ക് കളറും കാണാം. ഈ ബ്ലാക്ക് കളർ കണ്ടാൽ മനസ്സിലാക്കുക അത് ജോമെട്രിക്കലി അല്ലെങ്കിൽ ഡയമെൻഷനലി ഫിക്സർ ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ബ്ലൂ കളറുകളിലൊക്കെ മൂവ്മെന്റ് ഉണ്ടാവും, ഫിക്സർ അല്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഇപ്പൊ ഒരു ലൈന് ഈ പോയിന്റ് എടുത്ത് ക്ലിക്ക് പ്രസ് ചെയ്യുക, ഇത് താഴോട്ടും പോലെ മുകളിലോട്ടും പോലെ നീങ്ങൂല, പക്ഷെ സൈഡിലോട്ട് മാത്രമേ നീങ്ങുന്നുള്ളൂ. കണ്ടോ, അതായത് അതിന്റെ അർത്ഥം ഇത് നീങ്ങുന്ന, ഇത് നീങ്ങുന്ന, ഇത് പ്രസ് ചെയ്ത് മുകളിലോട്ട് നീക്കി നോക്ക്, ഇത് നീങ്ങുന്നുണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിൽ നീങ്ങും. ഓക്കെ, ലെഫ്റ്റും റൈറ്റും ഒക്കെ നീങ്ങുന്നുണ്ടല്ലേ, കണ്ടോ, താഴോട്ടും മുകളിലോടൊക്കെ നീങ്ങും. അപ്പൊ ഈ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ അറസ്റ്റ് ചെയ്യാൻ പോവാ. എങ്ങനെ അറസ്റ്റ് ചെയ്യുക? ജോമെട്രിക്കലി അറസ്റ്റ് ചെയ്യണം, ഡയമെൻഷനലി അറസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? സ്മാർട്ട് ഡയമെൻഷൻ എടുക്കുക, നമുക്ക് വേണ്ട അളവുകൾ കൊടുക്കുക. ഒരു എക്സാമ്പിൾ, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു, നോക്കി ഇവിടെ അളവ് നോക്കിയാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ആക്ച്വൽ മെഷർമെന്റ് വരും. ഞാൻ ഇവിടെ 100 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പൊ ഇത് 100ലേക്ക് അറസ്റ്റ് ആയി. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് നീക്കി ഇവിടെ 52.07 സംതിങ് ഉള്ളത് ഞാൻ എന്ത് ചെയ്തു, 50 ആക്കി, എൻ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തു, ഈ അളവ് ഞാൻ കൊടുക്കുന്നത് 60, എൻ്റർ ചെയ്തു. ഇനി എൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, എസ്കേപ്പ് അടിച്ച ടൂളൊക്കെ ക്യാൻസൽ ചെയ്തു, ഇത് 50 ആണെങ്കിൽ ഇതും 50 ആയിരിക്കണം. അങ്ങനെയാണ് ഞാൻ പ്രസ് ചെയ്ത്, ഇങ്ങനെയാണ് കൺട്രോൾ പ്രസ് ചെയ്യുക. ഈ ലൈനും സെലക്ട് ചെയ്തു, ഈ ലൈനും സെലക്ട് ചെയ്തു, രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ റിലേഷൻസ് വരും. നമ്മൾ ജോമെട്രിക്കൽ കൺസ്ട്രെയിൻ കാണുന്ന റിലേഷൻസ് ആണ്. അപ്പൊ നമ്മൾ ആവശ്യം എന്താ, ഇത് 50 ആണ്, ഇത് 50 ആണ്. അതിന്റെ അർത്ഥം എന്താ,
ഈക്വൽ കൺസ്ട്രെയിൻ ആണ്. ഇതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, കൊളീനിയർ, അതൊക്കെ നമ്മൾ പണ്ട് പഠിച്ച ടൂളുകളാണ്. അപ്പൊ ഞാൻ ഇതിൽ ഈക്വൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഈക്വൽ ക്ലിക്ക് ചെയ്താൽ ഇതും 50 ആയിരിക്കും, ഇതും 50 ആയിരിക്കും. അപ്പൊ ഞാൻ ഇത് മാറ്റിയിട്ട് ഇപ്പൊ 35 ആക്കണേ, ഇത് 35 ആവുകയാണെങ്കിൽ ഇത് 35 ആയി പോകും. കണ്ടോ? അപ്പൊ ഞാൻ ഇതിന്റെ അളവുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകും. നോക്കൂ, ഇത് 35 കൊടുത്തു, ഇത് 35. ഇനി ഇതിന്റെ ആംഗിൾ, ഈ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും. എങ്ങനെ ആംഗിൾ കൊടുക്കുക വെച്ചാല് ഈ ലൈൻ ക്ലിക്ക് ചെയ്തു, അപ്പൊ ഈ അളവ് കിട്ടുമല്ലോ. ഇത് ഒരു തവണ ക്ലിക്ക് ചെയ്ത അളവ് പിന്നെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ കൺസ്ട്രെയിൻ കാണിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇത് ക്ലിക്ക് ചെയ്യുക, വിടാണ്ട് ഈ ലൈനിന്റെ മുകളിലേക്ക് വരിക, അവിടെയും ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഈ ആംഗിൾ കിട്ടും. മൗസ് വേണേൽ സൂം ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ ഈ ആംഗിൾ കിട്ടും. നമുക്ക് ഏത് ആംഗിൾ എങ്ങോട്ടാണ് വെക്കേണ്ടത് അതിനനുസരിച്ച് വെച്ചാൽ മതി. കണ്ടോ? എനിക്ക് ഈ ആംഗിൾ ആണ് വേണ്ടത് ഇവിടെ കൊടുക്കുക. എനിക്ക് വേണ്ട ആംഗിൾ 15 ഡിഗ്രിയാണ്. 15 ടൈപ്പ് ഇത് എൻ്റർ ചെയ്തു. അപ്പൊ 15 ഡിഗ്രിയിലേക്ക് ഈ ലൈൻ അഡ്ജസ്റ്റ് ആയി. ഇനി ഞാൻ കൊടുക്കുന്നത് ഇവിടെ മുതൽ ഇവിടം വരെ എത്ര അളവ്, അവിടെ ഞാൻ കൊടുക്കുന്നത് 25. നോക്കിയേ, അപ്പൊ ഇത് 25ലേക്ക് ഫിക്സ് ആയി, ഇത് 35ലേക്ക് ഫിക്സ് ആയി, ഇവിടെ 60 ആയി, ഇവിടെ 100 ആയി, ഇത് തമ്മിൽ 15 ഡിഗ്രി. നോക്കിയേ, ഇപ്പം കളർ മൊത്തം ബ്ലാക്ക് ആവുന്നില്ലേ? ഇവിടെ നോക്കിയേ, ഫുള്ളി ഡിഫൈൻഡ് കാണാം. ഇൻ കേസ് ഇതിലിപ്പോ ഒരു അളവില്ലെങ്കിൽ, നമ്മൾ കൊടുത്ത ഏതെങ്കിലും കൺസ്ട്രെയിൻ മിസ്സിംഗ് ആണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. നോക്കിയേ, ഇവിടെ അണ്ടർ ഡിഫൈൻ എന്നാ കാണിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡയമെൻഷൻ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കൊടുത്തിട്ട് 125 അടിച്ചാൽ 125ലേക്ക് ചേഞ്ച് ആവും. ഇവിടെ 60 വേണേൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, 75 ടൈപ്പ് ചെയ്ത് 75ലേക്ക് ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ ഹൈറ്റ് മാറ്റിയിട്ട് ഞാനിപ്പോ 20 അടിക്കുകയാണെങ്കിൽ 20ലേക്ക് ചേഞ്ച് ആവും. ക്ലിയർ ആണോ? 35 ഞാൻ 100 അടിക്കുകയാണെങ്കിൽ നോക്കിക്കേ, രണ്ടും 100 ആവും. ഓക്കെ, ഇതും 100 ആയി, ഇതും 100 ആയി. കണ്ടോ? സൈസിൽ വന്ന വ്യത്യാസമുണ്ട്, കാരണം ഇത് ഈ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നതാ. അപ്പൊ ഞാനിവിടെ 20 കൊടുക്കുകയാണെങ്കിൽ 20ലേക്ക് ചേഞ്ച് ആവും. നോക്കിയേ, ഇത് ഓവർ കൺസ്ട്രെയിൻ ആണ്. 20 പോല 30. ഓക്കെ, കാരണം ഈ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടണ്ടേ. നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പിന്നാണ് റെഡ് കളറിലേക്ക് മാറും. അത് ഫെയിലറാ. ഫെയിലർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയേക്കാം. ക്ലിയർ ആണോ? ഇനിയിപ്പോ ആംഗിൾ വേണ്ട, ആംഗിൾ ഡിലീറ്റ് ചെയ്തിട്ട് നോക്കുകയാണ്, എസ്കേപ്പ് അടിച്ച് ക്യാൻസൽ ചെയ്യുക, അതിനുശേഷം സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട്. അപ്പൊ ഇത് പോയി. ഇത് നോക്കിയേ, ഇവിടെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉള്ളത് എങ്ങനെയാണ്, ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇവിടുന്ന് ഇവിടം വരെയുള്ള ടോട്ടൽ അളവ് കൊടുക്കുക. നോക്കിയേ, 165 ഇങ്ങനെയും ഫിക്സ് ചെയ്യാം. അതായത് ഒരു സൈഡിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് സെയിം റെഫറൻസ് ഓപ്പോസിറ്റുള്ള ഡിസ്റ്റൻസ്. നോക്കിയേ, ഇങ്ങനെയും ഫിക്സ് ചെയ്യാം. ആംഗിൾ കൊടുക്കാണ്ടും ചെയ്യാൻ പറ്റും. എങ്ങനെ വേണേൽ നമുക്ക് കൺസ്ട്രെയിൻ ചെയ്യാം. നമ്മൾ സിറ്റുവേഷൻ, നമുക്ക് എന്താണ് നമ്മൾ ആവശ്യം അതിനനുസരിച്ചാണ് നമ്മൾ കൺസ്ട്രെയിൻ ചെയ്യുക. ക്ലിയർ ആണോ? കൺസ്ട്രെയിനിങ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി ഞാൻ ടൂളുകൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഓട്ടോക്കാട് പഠിച്ച പോലെ തന്നെ സെൻട്രൽ ലൈൻ നമ്മൾ വരയ്ക്കില്ല, ഇതിൽ ഡയറക്റ്റ് സെൻട്രൽ ലൈൻ വരയ്ക്കാം. ഒരു എക്സാമ്പിൾ സെന്റർ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു പോകാം. ഓവർ കൺസ്ട്രെയിനോ? അത് റിപ്പീറ്റഡ് ഡയമെൻഷൻ വരുന്നത്. അതായത് നോക്കിയേ, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഞാനിപ്പോ സർക്കിൾ ഡയമെൻഷൻ, ഇത് സാധാ സർക്കിൾ ക്ലിക്ക് ചെയ്ത് വരച്ചാണ്. സ്മാർട്ട് ഡയമെൻഷൻ എടുത്തിട്ട് ഇവിടെ മുതൽ ഈ ഇവിടം വരെയുള്ള എക്സ് ഡിസ്റ്റൻസ് കൊടുത്തു 100, എൻ്റർ ചെയ്തു. ഇപ്പോൾ എക്സ് അറസ്റ്റ് ആയി. ഇനി വൈ ഡിസ്റ്റൻസ്, ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കൊടുത്തു, വൈ ഡിസ്റ്റൻസ്. അത് ഞാൻ കൊടുക്കുന്നത് 125 ആണ്. അപ്പോൾ 125 ഇത് അറസ്റ്റ് ആയി. ഓക്കെ, ഇനി ഡയമീറ്റർ മാത്രമേ ചേഞ്ച് ആവും. അപ്പോൾ ഞാൻ ഡയമീറ്റർ എടുത്തിട്ട് ഇവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യാണ് 50. അപ്പോൾ ഈ അളവുകൾ മൊത്തം ഫിനിഷ് ആയി. അതിനുശേഷം ഞാൻ പിന്നെയും പോയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരളവ് ഇതിന് മുകളിൽ ഇങ്ങനെ കൊടുത്തു നിന്നിരിക്കും. നോക്കിയേ, ഇതാണ് ഓവർ കൺസ്ട്രെയിൻ എന്നാണ്. ഇത് ആവശ്യമില്ല. ഇത് ഓക്കെ അടിച്ചാൽ ഇത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനത്തെ കേസ് വരികയാണെങ്കിൽ ഡിലീറ്റ് ചെയ്തേക്കാം. റെഡ് കളറിലോ യെല്ലോ കളറിലോ അളവുകൾ വരികയാണെങ്കിൽ, ലൈന് വരികയാണെങ്കിൽ, റെഫറൻസുകൾ വരികയാണെങ്കിൽ ഡിലീറ്റ് ചെയ്തേക്കാം. മനസ്സിലായോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്? റിപ്പീറ്റഡ് ഡയമെൻഷൻസ്. ഇപ്പൊ ഞാൻ ഓരോ സിറ്റുവേഷൻസ് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇത് സെൻട്രൽ ലൈൻ വരയ്ക്കണം. സെൻട്രൽ ലൈൻ എടുത്തു, ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ്. കണ്ടോ? ഇവിടെ വന്നിങ്ങനെ ക്ലോസ് ചെയ്തു. അപ്പൊ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൽ ചില ലൈനുകൾ കുറച്ച് ചെരിഞ്ഞിട്ടാണല്ലോ. നോക്കിയേ, അപ്പൊ ഞാൻ മാനുവലി ഇത് കറക്റ്റ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മേക്ക് ഹൊറിസോണ്ടൽ. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ആയി. ഇവിടെ ക്ലിക്ക് ചെയ്തു, മേക്ക് വെർട്ടിക്കൽ. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ആയി. ഇനി ഇതൊന്നും പാരലൽ ആക്കണമെങ്കിൽ ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്യുക, ഇതും സെലക്ട് ചെയ്യുക, പാരലൽ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യുക, ഇതിന്റെ റെഫറൻസ് എന്നതാണ്ട് ഇങ്ങനെ മാറുന്നു. ഞാനിത് റെഫറൻസ് കൊടുക്കുകയാണ്. ഫ്യൂച്ചറിൽ ഈ അളവ് കൊടുക്കാം 125, എൻ്റർ. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 125 കൊടുത്ത് 150 കൊടുത്തു. ഇങ്ങനെയാണ്. അതിനുശേഷം ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നതിനകത്ത് ജസ്റ്റ് ഒരു സർക്കിൾ എടുത്ത് ഇങ്ങനെ വരച്ചു. എൻ്റെ ആവശ്യം പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 125 ആയിരിക്കണം. അതെങ്ങനെയാണ് റെഫറൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺട്രോൾ പ്രസ് ചെയ്യുക,
ഈ റഫറൻസും ഈ സെൻട്രൽ ലൈനും ഈ സർക്കിളിന്റെ എഡ്ജ് തമ്മിൽ ടാൻജൻസി വേണം. അപ്പൊ കൺട്രോൾ പ്രസ് ചെയ്യുക, ഒന്നിൽ കൂടുതൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടി കൺട്രോൾ പ്രസ് ചെയ്യുക, മേക്ക് ടാൻജന്റ്. ഓക്കെ, അപ്പൊ ഇത് ടാൻജന്റ് ആയി. ഓക്കെ അടിക്കുക, കൺട്രോൾ പ്രസ് ചെയ്യുക, ഈ എഡ്ജും ഇതും കൊടുക്കുക, എന്നിട്ട് എന്ത് ഇവിടെ മേക്ക് ടാൻജന്റ്. ഓക്കെ അടിക്കുക. നോക്കിയേ, ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഡയമീറ്റർ ഫിക്സ്. ഇനി പൊസിഷൻ ആണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പൊസിഷൻ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഇത് ഈ റെഫറൻസിലേക്ക് ടാൻജൻസി കൊടുക്കാം. ടാൻജന്റ് നോക്കിയേ, ഫുള്ളി ഡിഫൈൻഡ് ആയില്ല. ഇതിന് ഞാൻ വേറെ അളവുകൾ ഒന്നും കൊടുത്തില്ല. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്ര 125 ആയിരിക്കും. ഇതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റെഫറൻസ് 150 mm ഓഫ്സെറ്റിൽ, ആ ഓഫ്സെറ്റിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യും, ഈ സർക്കിൾ ടാൻജന്റ് ചെയ്തു. അതാണ് ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒരിക്കലും ഈ സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ സെൻട്രൽ റെഫറൻസ് ആയിട്ട് വരുന്നൊന്നും 3D മോഡൽ ചെയ്യാൻ പറ്റില്ല. അതെപ്പോഴും 2D സ്കെച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ അടുത്തൊരു ടൂൾ എടുക്കുകയാണ്. ഇപ്പോൾ സെൻട്രൽ ലൈൻ എടുത്ത് ഇനി മിഡ് പോയിന്റ് ലൈൻ എടുത്തിട്ട് ഇവിടുന്ന് ഞാൻ മിഡ് പോയിന്റ് ലൈൻ വരയ്ക്കും. നോക്കിയാൽ കണ്ടോ, രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് പോകുന്നത്. നമ്മൾ എങ്ങനെ വരച്ചാലും ഈക്വൽ ചെയ്ത് പോകുള്ളൂ. കണ്ടോ, ഇപ്പൊ ഞാനിപ്പോൾ ഒരു പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ ആ ഡിസ്റ്റൻസിന് ഇവിടുന്ന് ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുക. അതാണ് മിഡ് പോയിന്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനൊരു ആംഗിൾ കൊടുക്കുകയാണ്. സ്മാർട്ട് ഡയമെൻഷൻ എടുത്തു, ഈ റെഫറൻസ് ഇവിടം വരെയുള്ള ഈ ആംഗിൾ കൊടുക്കുന്നത് 45 ഡിഗ്രിയാണ്. നോക്കിയേ, ക്ലിയർ ആണോ? 45 ഡിഗ്രി കൊടുത്തു, ഫിക്സ് ചെയ്തു. ഇനി എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ആർക്കിന്റെ ഒരു സൈഡ് ഞാൻ ട്രിം ചെയ്ത് ഒഴിവാക്കാൻ പോകും. ഇതാണ് ട്രിമ്മിങ് ടൂൾ. ഇതിനുള്ളിൽ ട്രിം എന്താ പറയുക, എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം എക്സ്റ്റെൻഡും കാണാം ട്രിമ്മും കാണാം. അപ്പൊ നമ്മൾ ഈ ട്രിം ടൂൾ എടുത്തിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരച്ചു നോക്ക്, കട്ടായി പോകും. കണ്ടോ, ഇതാണ് പവർ ട്രിം. ഇതിൽ ഓരോന്ന് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. പവർ ട്രിം എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി, ആവശ്യമില്ലാത്തൊക്കെ കട്ട് ചെയ്ത് പോകും. കണ്ടോ, ഇപ്പൊ ഞാൻ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയും കട്ട് ചെയ്യും, ഇവിടെയും കട്ട് ചെയ്യും. അപ്പൊ ഇതിൽ കണ്ടോ റെഡ് കളർ വരുമ്പോൾ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇത് ഇവിടെ ടാൻജന്റ് ആണെങ്കിൽ ഇത് ഇങ്ങനെ നേരെ എൻ്റെ ഈ ഫേസിന്റെ മുകളിലേക്കാണ്. അപ്പൊ ഇതിന്റെ പൊസിഷൻ ഇവിടെ ഫിക്സ് ആയി. ഇനി ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല് ലൈൻ ടൂൾ എടുത്തു, ഈ പോയിന്റ് ഉണ്ടല്ലോ ഇവിടുന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചു, ക്ലോസ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു, എസ്കേപ്പ് അടിച്ച്. നോക്കിയേ, ഇതിന് ഞാൻ ഒരു അളവും കൊടുത്തില്ല, കാരണം ഇത് ഓട്ടോമാറ്റിക്കലി ഫിക്സഡാണ്, കാരണം ഇത് ഫിക്സ് ആയതിനെ കൊണ്ട്. ഇനി എൻ്റെ ആവശ്യം ഇത് റെഫറൻസ് ആക്കണം. ഈ സെൻട്രൽ ലൈൻ പോലെ ഇത് റെഫറൻസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് ലൈൻ അല്ലേ, ജസ്റ്റ് ഇതിന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് കൺസ്ട്രക്ഷൻ ജോമെട്രി. ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെ കാണാം ഫോർ കൺസ്ട്രക്ഷൻ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നമ്മൾ സ്ട്രെയിറ്റ് വരച്ച റെഫറൻസ് ആയിട്ട് മാറും. ഓക്കെ അടിച്ച കണ്ടോ, ഇതൊരു ക്ലോസ് ചെയ്ത് വന്നിരിക്കുന്നത് കണ്ടോ, ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? കൺസ്ട്രക്ഷൻ വരുന്ന കൺസ്ട്രെയിൻ ചെയ്ത് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഫില്ലറ്റ്, ഈ ഷാർപ്പ് എൻ്റെ റിമൂവ് ചെയ്യാം. ഇതാണ് എൻ്റെ ഫില്ലറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത ഫില്ലറ്റും കാണാം, ചാംഫറും കാണാം. രണ്ടും നമ്മൾ ഓട്ടോക്കാഡ് പഠിച്ചാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫില്ലറ്റ് എടുത്തു, എന്നിട്ട് ഈ എഡ്ജ് ക്ലിക്ക് ചെയ്തു, ഈ എഡ്ജും ക്ലിക്ക് ചെയ്തു. നോക്കി, ഇത് തമ്മിൽ ഒരു 10 mm റേഡിയസ് വന്നിട്ട് ഡീഫാൾട്ട്. അപ്പൊ എനിക്ക് വേണ്ട 15 mm റേഡിയസ്, 15 കൊടുത്തു. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ 15 mm റേഡിയസ് കട്ടാവും. ഓക്കെ, ഇതാണ് കട്ട്. ഓക്കെ അടിക്കുക. ഇനി നമുക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ, ഡ്രോയിങ് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സിറ്റ് കൊടുത്താൽ മതി. എക്സിറ്റ് കൊടുത്താൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. ഇതാണ് നമ്മളെ സ്കെച്ച് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സ്കെച്ചിന് ഒരു 3D മോഡലിംഗ് അപ്ലൈ ചെയ്യും, ഇതിന് 3D ആക്കി മാറ്റും. ഇതാണ് എൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അടിച്ചാൽ ഷേപ്പ് തന്നെ ചേഞ്ച് ആവും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ 3D ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കഴിയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും 2D സ്കെച്ചിലേക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എഡിറ്റിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് സ്കെച്ച് സെലക്ട് ചെയ്യുക, ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കാണാം എഡിറ്റ് സ്കെച്ച്, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, നേരെ 2Dയിലേക്ക് ചേഞ്ച് ആവും. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയാണ് സ്കെച്ച് എഡിറ്റ് ചെയ്യുക. മനസ്സിലായി വിചാരിക്കുന്നേ? ഓക്കെ അല്ലേ? ഇപ്പൊ ലൈനായി, കൺസ്ട്രക്ഷൻ ലൈനായി. ഈ സെൻട്രൽ ലൈനില്, ഈ സെൻട്രൽ ലൈൻ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻഫിനിറ്റ് ലെങ്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ റെഫറൻസ് ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, ഹൊറിസോണ്ടൽ വരയ്ക്കുക, വെർട്ടിക്കൽ വരയ്ക്കുക, കണ്ടോ, എങ്ങനെ വേണം വരയ്ക്കുക. നമ്മൾ ഇൻഫിനിറ്റ് ലെങ്ത് വരും. കൺസ്ട്രക്ഷൻ ലൈൻസ് ഉണ്ടല്ലോ, എക്സ് ലൈനും നമ്മൾ റേ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ല ഓട്ടോക്കാഡിൽ, ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ലൈൻ. അതാണ് ഈ സംഭവം. ഇൻഫിനിറ്റ് ഓൺ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ റിമൂവ് ചെയ്യാണ്. ഇതാണ്, അത്രയേ ഉള്ളൂ സെൻട്രൽ ലൈൻ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് നോക്കുക, ഡിറ്റിലേക്ക് ഇടുകയാണ്. അടുത്ത കേസ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ്. ഇത് ഞാൻ പറഞ്ഞു, മിഡ് പോയിന്റ് ലൈൻ പറഞ്ഞ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് പോകുന്നത്, ഇത് ഓക്കെയാണ് നമുക്ക്. അടുത്ത കേസ് റെക്ടാങ്കിൾ ടൂളുകളാണ്. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കി, ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് കാണാം. ഒന്ന് കോർണർ റെക്ടാങ്കിൾ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയ ടൂളാണ്, ഒന്നുമില്ല. കോർണർ എന്താ, ഒരു കോർണറിൽ നിന്ന് ഡ്രാഗ് ചെയ്യുക അടുത്ത കോർണറിലേക്ക്, പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്ടാങ്കിളായി. ഇത്രയേ ഉള്ളൂ, ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണറിലേക്ക്. ഇത്രയേ ഉള്ളൂ കോർണർ റെക്ടാങ്കിൾ എന്ന് പറയുന്നത്.
ഇനി അത് സെന്റർ റെക്ടാങ്കിൾ ആണ്, ശ്രദ്ധിക്കുക. ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെന്റർ ഈക്വലാണ്, എക്സ് ഡയറക്ഷൻ ഈക്വൽ ആണ്, വൈ ഡയറക്ഷൻ ഈക്വൽ ആണ്. കണ്ടോ കണ്ടോ, ഇതാണ് സെന്റേർഡ് റെക്ടാങ്കിൾ. സെന്ററിൽ എക്സ് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ ആ ഡിസ്റ്റൻസിന് ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാവുക, മുകളിലോട്ട് എത്ര ഉണ്ടോ അതിന് താഴോട്ടും ഉണ്ടാവും. അത്രയേ ഉള്ളൂ സെന്റേർഡ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. ഒരു റെഫറൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്നാണ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഈക്വൽ ആക്കി വരച്ചു പോകാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ സെന്റേർഡ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. ഡിലീറ്റ് ചെയ്യണേ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്തേക്കാം കീബോർഡിൽ. ഇപ്പൊ സെന്റേർഡ് റെക്ടാങ്കിൾ. ഇനി എന്ത് ചെയ്യുക, 3 പോയിന്റ് കോർണർ റെക്ടാങ്കിൾ. ഒന്നുമില്ല, ഒന്ന്, രണ്ടാമത്തെ ക്ലിക്ക്, മൂന്നാമത്തെ ക്ലിക്ക്. കണ്ട 3 പോയിന്റിൽ ഒരു റെക്ടാങ്കിൾ ജനറേറ്റ് ആയില്ലേ. ഇത്രയേ ഉള്ളൂ 3 പോയിന്റ്. കണ്ട 3 പോയിന്റ് കോർണർ റെക്ടാങ്കിൾ. 3 പോയിന്റ്, 1, 2, 3. മൂന്നാമത്തെ ക്ലിക്കിൽ ഫിനിഷ് ആവും. ക്ലിയർ ആണ്. ഇതൊക്കെ ചെറിയ ചെറിയ ടൂൾസ് ആണ്. 3 പോയിന്റ് സെന്റർ റെക്ടാങ്കിൾ നേരത്തെ ചെയ്താൽ തന്നെ ഒരു പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, മൂന്നാമത്തെ ഡ്രാഗിൽ റെക്ടാങ്കിൾ ആയി. ഇവിടെ ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ ആ ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുക. അതുപോലെ മൂന്നാമത്തെ പോയിന്റിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതന്നെ താഴോട്ടും ട്രാവൽ ചെയ്യും. അത് തന്നെയാണ് സംഭവം. ഇത് നമ്മൾ നേരത്തെ വരച്ച സെന്റേർഡ് റെക്ടാങ്കിൾ തന്നെയാണ്. വരയ്ക്കുന്ന രീതിയിലുള്ള വ്യത്യാസമേ ഉള്ളൂ, റിസൾട്ടുകളൊക്കെ സെയിം ആണ്. നമ്മൾ കൊടുക്കുന്ന റെഫറൻസിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ റെക്ടാങ്കിള്? ഇനി അതേപോലെ തന്നെ 3 പോയിന്റ് സെന്റർ റെക്ടാങ്കിൾ അതുപോലെ തന്നെ. ഒരു പോയിന്റ് ഇവിടെ സെന്റർ കൊടുത്തു, രണ്ടാമത്തെ പോയിന്റ് ഇവിടെ, മൂന്നാമത്തെ ഇങ്ങനെ ഫിനിഷ് ചെയ്തു. കണ്ടോ, ഇത്രയേ ഉള്ളൂ 3 പോയിന്റ് സെന്റർ എന്ന് പറയുന്നത്. ഇനി പാരലോഗ്രാം ആണെങ്കിൽ നമ്മൾ എങ്ങനെ വരച്ചു, ഒരു പോയിന്റ്, 2 പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ഫിനിഷ് ചെയ്യുന്നു. ഓക്കെ, എങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പാരലായിരിക്കും. ഇതും ഇതും പാരലായിരിക്കും, ഇതും ഇതും പാരലായിരിക്കും. കണ്ടോ, എങ്ങനെ വേണേൽ നമുക്ക് വരയ്ക്കാം. എങ്ങനെ വരച്ചാലും 2 ഓപ്പോസിറ്റ് ലൈനുകൾ പാരലായിരിക്കും. ക്ലിയർ ആണോ? ഇത്രയുള്ള റെക്ടാങ്കിൾ ടൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സർക്കിളിന്റെ ടൂളാണ്. ഈ സർക്കിൾ എന്ന് ഒന്നുമില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. സർക്കിളായി ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇത്രയുള്ള സർക്കിൾ എന്ന് പറയുന്നത്. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കുക, ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. ഇതാണ് അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയമീറ്റർ വാല്യൂ കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഡയമീറ്ററിൽ ഫിക്സ് ആവും. ഇത്രയേ ഉള്ളൂ സർക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ പെരിമീറ്റർ സർക്കിൾ ഉണ്ട്. 3 പോയിന്റ് സർക്കിൾ പോലെ നമുക്ക് 1, 2, 3 പോയിന്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഇത്രയേ ഉള്ളൂ പെരിമീറ്റർ സർക്കിൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ ടൂൾസുകൾ. ഇനി അടുത്ത് നമുക്ക് ഇവിടെ നോക്കേണ്ട കേസ് പറഞ്ഞാൽ സെന്റർ പോയിന്റ് സ്ട്രൈറ്റ് സ്ലോട്ട്. അതായത് സ്ട്രൈറ്റ് സ്ലോട്ടിന്റെ ഓപ്ഷൻസ് കംപ്ലീറ്റ് ഇവിടെ വരും. സ്ലോട്ട് ഷേപ്പ് ആണ്. അതായത് സ്ട്രൈറ്റ് സ്ലോട്ട് എന്താ നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത കാണാം സ്ട്രൈറ്റ് സ്ലോട്ട്. ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, പ്ലേസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, പ്ലേസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എങ്ങനെ ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ്, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 1. രണ്ടാമത്തെ കേസ് ഈ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ വാല്യൂ കൊടുക്കുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് ഫിക്സഡ് ആയിക്കോളും. ഇതാണ് സ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്ലോട്ട് വരയ്ക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്. ഇപ്പൊ സെന്റർ പോയിന്റ് ആണെങ്കിൽ ഒരു സെന്റർ പോയിന്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് വരയ്ക്കട്ടോ, ഈക്വലാണ്. എങ്ങനെ വരച്ചാൽ 2 സൈഡിലേക്ക് ഒരുപോലെ പോകുള്ളൂ. എന്നിട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, 2 സൈഡിലെ ഒരുപോലെ. കണ്ടോ, ഇതാണ് സെന്റർ പോയിന്റ്. സെന്റർ ഈക്വൽ ആയിട്ട് പോകും. 3 പോയിന്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ 1, 2, 3 പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഒരു ആർക്ക് വരയ്ക്കുക. ദെൻ അവിടുന്ന് ഡ്രാഗ് ചെയ്ത് അവിടുന്ന് ഇങ്ങനെ ഷേപ്പ് ജനറേറ്റ് ആവും. കണ്ടോ, ഇതാണ് 3 പോയിന്റ് ആർക്ക്. 1, 2 എങ്ങനെയാണ് വരയ്ക്കുക, ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ വെക്കുക. ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. നോക്കി അവിടുന്ന് ഒരു ഷേപ്പ് ജനറേറ്റ് ആവും. ഇത്രയേ ഉള്ളൂ സംഭവം. ചെറിയ ടൂളാണ്. അതേപോലെ തന്നെ സെന്റർ പോയിന്റ് ആണെങ്കിലോ, നമ്മളിപ്പോൾ ഒരു പോയിന്റ് സെന്റർ ആക്കി. ഫോർ എക്സാമ്പിൾ ഇതാണ് സെന്റർ എന്ന്. സെന്ററിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ഇതാണ് എൻ്റെ ആർക്ക് റേഡിയസ്. ഇവിടുന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. എത്രയാണ് നമുക്ക് വേണ്ടത്, ഇത്ര മതി, ഇത്ര ക്ലിക്ക് ചെയ്ത് പിന്നെ ഡ്രാഗ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ ജനറേറ്റ് ആവും. കണ്ടോ, ഒരു സെന്ററിൽ നിന്ന് ഈക്വൽ കൊടുക്കുക, അവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ആർക്ക് വരയ്ക്കുക, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇത്രയുള്ള പരിപാടി. ക്ലിയർ ആണോ? ഇതൊക്കെ ഡയറക്റ്റ് ഷേപ്പുകളാട്ടോ. അതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ട് വിചാരിക്കും. ഒന്നുകൂടി പറയാം. സ്ട്രൈറ്റ് സ്ലോട്ട്, സെന്റർ പോയിന്റ് സ്ട്രൈറ്റ് സ്ലോട്ട്, 3 പോയിന്റ് ആർക്ക് സ്ലോട്ട്, ദ ലാസ്റ്റ് വൺ സെന്റർ പോയിന്റ് ആർക്ക് സ്ലോട്ട്. മനസ്സിലാവുന്നുണ്ടോ? 3 പോയിന്റ് സെന്റർ പോയിന്റ് നമ്മൾ വ്യത്യാസം. 3 പോയിന്റും സെന്റർ ഇതാണോ, ഈ സെന്റർ പോയിന്റ് ആണോ, ഈ സെന്റർ പോയിന്റ് ആണോ? ലാസ്റ്റത്തെ 2 സെന്റർ പോയിന്റ്. അത് 3 പോയിന്റ് ആർക്ക് സ്ലോട്ട് നമ്മൾ നോക്കിയേ. ഞാനിപ്പോ ഈ ഒരു ഡ്രോയിങ് നോക്കാം. നോക്കിയേ, 3 പോയിന്റ് ആർക്ക് സ്ലോട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ഒരു പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് ഇവിടെ, മൂന്നാമത്തെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ മുകളിലാണ്, അല്ലെങ്കിൽ ഈ റെഫറൻസിന്റെ മുകളിൽ എവിടെയാണെങ്കിലും. ഈ പോയിന്റ് ആണ് ഈ പോയിന്റ്. ഇതുണ്ടോ, ഇതിന്റെ മുകളിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്, ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ടോ, അതാണ് ടച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ടച്ച് എന്ന് കണ്ടോ, ടാൻഡൻസിയില്ല. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നോക്ക്, ഇവിടുന്ന് ഇങ്ങനെ വരും. കണ്ടോ, ഇതൊരു കേസ്. 3 പോയിന്റ് ട്രാവൽ ചെയ്ത് വരുന്നത്. ഇനി 3 പോയിന്റ് സെന്റർ ആണ് നോക്കിക്കോ.
അല്ല സെന്റർ പോയിന്റ് ആർക്കാണ് നോക്കിക്കോ. ഒരു സെന്റർ, ഈ സെന്ററിൽ നിന്ന് ഡ്രാഗ് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് ഇതായിരിക്കും ആർക്കിന്റെ റേഡിയസ് എന്ന് പറഞ്ഞത്. ഞാൻ ഇവിടം വരെ ഡിസ്റ്റൻസ് ആർക്കാക്കി ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. എത്ര വേണം ആർക്ക്? ഇപ്പൊ എനിക്ക് ഇവിടം വരെ ആർക്ക് മതി, അവിടം വരെ ക്ലിക്ക് ചെയ്യുക, പിന്നെ അവിടെ നിന്ന് ഡ്രാഗ് ചെയ്യാം. കണ്ടോ? ഇത്രയുള്ള പരിപാടി. ഇതെല്ലാം നമ്മൾ പിക്ക് ചെയ്യുന്ന റെഫറൻസിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ ആണോ? ഇത് നോർമൽ ആർക്ക് ഉണ്ട്, 3 പോയിന്റ്, സാധാരണ 3 പോയിന്റ് ആർക്ക്, 1 2 3 പോയിന്റ്. നമ്മൾ ഓട്ടോക്കാട് വരയ്ക്കുന്നതല്ല, 3 ക്ലിക്കിൽ ഇങ്ങനെ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ 3 പോയിന്റ് ആർക്ക് എന്ന് പറയുന്നത്. ഇനി റേഡിയസ് വാല്യൂ മാനുവലി കൊടുക്കുക. ഞാൻ റേഡിയസ് വാല്യൂ കൊടുക്കുക, ഓക്കെ അടിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. 3 പോയിന്റ് ആർക്ക്. ഇതിന് താഴെ, ഇത് ഏറ്റവും താഴത്തെ ഓപ്ഷനില്ല, ഇതിന് തൊട്ട് മുകളിൽ ഒരു ഓപ്ഷൻ ടാൻജന്റ് ആർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ടാൻജന്റ് ആർക്ക് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാനൊരു ലൈൻ വരയ്ക്കാം ആദ്യം. ഇപ്പൊ ഒരു ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇവിടെ ഞാൻ ഒരു 3 പോയിന്റ് ആർക്ക് വരച്ചു. നോക്കിയേ, ഒരു പോയിന്റ് ഇവിടെ, 2 പോയിന്റ് ഇവിടെ, 3, ഏകദേശം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ ആർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ലൈൻ ടാൻജന്റ് അല്ലല്ലോ. നമുക്കിവിടെ എന്ത് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, ഈ ലൈനും ഈ ആർക്കും സെലക്ട് ചെയ്യുക, ടാൻജൻസി കൊടുക്കുക. ഒന്ന് നോക്കി, ഇപ്പം ടാൻജന്റ് ആയി. അതല്ലെങ്കിൽ ഇതിന്റെ കോമൺ പോയിന്റിൽ പോയി ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാം മേക്ക് ടാൻജന്റ് കൊടുക്കുക. കണ്ടോ? ഇങ്ങനെയും ടാൻജന്റ് ചെയ്യുക. ഇതിപ്പോ ഞാനത് സെക്കൻഡറി ഓപ്പറേഷൻ പോലെ കൊടുത്താൽ, ഇതിന് പകരം ഡയറക്റ്റ് നമുക്ക് ടാൻജന്റ് വരയ്ക്കാനുള്ള ടൂളാണ് ഈ കാണുന്ന ടാൻജന്റ് ആർക്ക് എന്ന് പറയുന്നത്. ഈ ടാൻജന്റ് ആർക്ക് എടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, കണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആർക്ക് ടാൻജന്റ് ആയിരിക്കും. എങ്ങനെ വരച്ചാലും ടാൻജന്റ് ആയിരിക്കും. ഓക്കെ, സ്കേപ്പ് അടിച്ച് നോക്കും, ടാൻജന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി സെന്റർ പോയിന്റ് ആർക്ക് എന്ന് പറയുന്ന ഒന്നുമില്ല, സെന്ററിന്ന് നേരെ ഒരു ഡിസ്റ്റൻസ് ദെൻ വരയ്ക്കുക. എവിടെയാണോ വേണ്ടത് വെച്ചാൽ അവിടെ പ്ലേസ് ചെയ്യുക. ഇതാണ് ആർക്ക്. അത്രയേ ഉള്ളൂ സെന്റർ പോയിന്റ് ആർക്ക്. സെന്ററിന്ന് ഈക്വൽ, സെന്ററിൽ തന്നെ എവിടെ ആവും കേട്ടോ. ഫോർ എക്സാമ്പിൾ സെന്റർ ഈ പോയിന്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണം, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്, എങ്ങോട്ടാണെങ്കിൽ വരയ്ക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്രയുള്ള പരിപാടി. ഇതിനും റേഡിയസ് വാല്യൂസ് കൊടുക്കുക. ഓക്കെ അടിച്ചാൽ ഫിനിഷ് ആയിക്കോളും. ക്ലിയർ ആണോ? അപ്പൊ അതും ഓക്കെ. ഇനി നമ്മൾ പോളിഗൺ എന്ന് പറയുന്ന കേസില്ല, നമ്മൾ ഈ പണ്ട് ഓട്ടക്കാട് പഠിച്ചില്ല, സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ, ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് വെച്ച് പഠിച്ചില്ല. അതേപോലെ തന്നെ ഇതില് പോളിഗൺ എടുക്കുക, നമ്പർ ഓഫ് സൈഡ് കൊടുക്കുക. അപ്പൊ എനിക്ക് 10 സൈഡ് ആണെങ്കിൽ 10 കൊടുക്കുക. ഇവിടെ കാണാം ഇൻസ്ക്രൈബ്ഡ് സർക്കിളും സർക്കംസ്ക്രൈബ്ഡ്. ആദ്യം ഇൻസ്ക്രൈബ്ഡ് നോക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വരച്ചു നോക്ക്, ഡ്രാഗ് ചെയ്ത് നോക്ക്, ഒരു പോളിഗൺ ജനറേറ്റ് ചെയ്തുണ്ടാവും. ഇപ്പൊ ഇവിടെ കണ്ട സർക്കിള് ഇതിന്റെ ഉള്ളിലെ റെഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നു. ഒന്നത്. ഇനി അടുത്ത കേസ് തന്നെ പോളിഗൺ എടുത്തിട്ട് നമ്മൾ സർക്കംസ്ക്രൈബ്ഡ് ഇട്ടിട്ട് വരച്ചു നോക്കും. ഇപ്പോൾ 6 സൈഡ് ആണെങ്കിൽ 6 ടൈപ്പ് എൻ്റർ ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നോക്ക്. കണ്ട സർക്കിൾ പുറത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ മനസ്സിലായല്ലോ? ഒന്നെങ്കിൽ സർക്കിളിന് ഡയമീറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ കോർണർ ടു കോർണർ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഇത് കണ്ടോ? ഇതാണ് അതിന്റെ അളവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പോയിന്റ് മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെയും കൊടുക്കാം. ഇതിലാണ് എന്ത് ചെയ്യുക, ഈ ഇൻസൈഡ് ഡയമീറ്റർ കൊടുക്കുക, അതല്ല ഇതിന് രണ്ട് ഓപ്പോസിറ്റ് ഫേസ് നമ്മൾ ഡിസ്റ്റൻസ് കൊടുക്കുക. എങ്ങനെ വേണേൽ കൊടുക്കാം. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. എല്ലാം ഡയറക്റ്റ് ടൂളാണ്, ഡയറക്റ്റ് വരയ്ക്കുക. പോളിഗൺ. അപ്പൊ നമുക്ക് ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞേ, ഷാർപ്പ് എൻഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫില്ലറ്റ് എടുത്തു, 2 എഡ്ജ് ക്ലിക്ക് ചെയ്തു, റേഡിയസ് വാല്യൂ ഇവിടെ കൊടുക്കുക, എൻ്റർ ചെയ്യുക, ഓക്കെ അടിക്കുക. നോക്കിയാൽ ഇവിടെ ആ റേഡിയസിൽ അത് ജനറേറ്റ് ആവും, ഒരു ആർക്ക് റേഡിയസ് ജനറേറ്റ് ആവും. ഓക്കെ, ഇത് കണ്ടോ? ഇത്രയുള്ള പരിപാടി. അത് ഒരു ചാംഫർ കട്ടിങ്ങിലേക്ക് ആണെങ്കിൽ നോക്കുക, ഇപ്പൊ നമുക്കൊരു ഡിസ്റ്റൻസ് ബൈ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ആംഗിൾ മെത്തേഡിലോ ചാംഫർ കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ചാംഫർ, സ്കെച്ച് ചാംഫർ. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടോ ആംഗിൾ ഡിസ്റ്റൻസ് ഉണ്ട്, ഡിസ്റ്റൻസും ഉണ്ട്. ഒന്നുമല്ല, ഇതൊക്കെ ഓട്ടോക്കെ എടുത്ത് നമ്മൾ ചെയ്താണ്. ആംഗിൾ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ സെക്കൻഡ് ഇവിടെ കൊടുത്തു. എത്ര ഡിസ്റ്റൻസ്? 10/45. വേണേ 15 ആക്കാം, എൻ്റർ ചെയ്യുക. 15/35 ആണെങ്കിൽ 35 കൊടുക്കുക, എൻ്റർ ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഇവിടെ കൊടുത്തു. നോക്കിയേ, ഓക്കെ അടിച്ചാൽ കാണാൻ പറ്റും. സൂം ചെയ്തൊക്കെ കണ്ടോ? ഇത് 15, ഇത് നമ്മളുടെ കട്ടിങ് ആംഗിൾ 35. ഇത്രയുള്ള പരിപാടി. ഇനിയിപ്പോൾ 2 ഡിസ്റ്റൻസ് ആണെങ്കിലോ, ചാംഫർ എടുക്കുക, ഡിസ്റ്റൻസ് കൊടുക്കുക. എനിക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഒരു വാല്യൂ കൊടുത്താൽ മതി. ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുക, ഈക്വൽ ഡിസ്റ്റൻസ് അങ്ങ് ഓഫ് ചെയ്യുക. ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് നോക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഇവിടെ 15 കൊടുത്ത് എൻ്റർ ചെയ്തു, 10/15. അപ്പോൾ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്ത് രണ്ടാമത് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ചെക്ക് ചെയ്ത് നോക്കി, ആദ്യം ക്ലിക്ക് ചെയ്യുന്ന അടിച്ച് 10ഉം രണ്ടാമത് ക്ലിക്ക് ചെയ്യുന്ന അടിച്ച് 15. ഓക്കെ അടിച്ച ചാംഫറായി. ഇത്രയേ ഉള്ളൂ ചാംഫറിന്റെ ടൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ഈ കാണുന്ന പോയിന്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പോയിന്റുകൾ ഉണ്ടോ, ഒക്കെ പോയിന്റ് ജനറേറ്റ് ആവും. ഈ പോയിന്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലൈൻ ഷേപ്പ് ഒക്കെ വരയ്ക്കാൻ പറ്റും. ഇതാണ് സ്പ്ലൈൻ.
ഇതിനുള്ളിൽ 2-3 ടൈപ്പ് ഉണ്ട്. സ്റ്റൈൽ സ്പ്ലൈൻ, ഇക്വേഷൻ ഡ്രൈവ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സ്റ്റൈൽ സ്പ്ലൈൻ നോക്കുമ്പോൾ ഓട്ടോക്കാർഡിൽ ചെയ്യുന്ന പോലത്തെ ഓപ്ഷനാണ്. സ്റ്റൈൽ എടുക്കുക, ജസ്റ്റ് എങ്ങനെയാണ് ക്ലിക്ക് ചെയ്യുന്ന അവരുടെയൊക്കെ ഷേപ്പ് വരും. കണ്ടോ കണ്ടോ, ഇതാണ് ഇറഗുലർ ഷേപ്പുകൾ. നിങ്ങൾക്ക് എങ്ങനെയാണ് വരയ്ക്കുക. ഇനിയിപ്പോൾ പോയിന്റ് കൂടി വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്പ്ലൈൻ എടുക്കുക, പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആണ്. ഈ പോയിന്റിന്റെ ഡിസ്റ്റൻസ്, അതായത് ഒറിജിനലുള്ള എക്സ് ഡിസ്റ്റൻസും വൈ ഡിസ്റ്റൻസും പോയിന്റിലേക്ക് ഉണ്ടാവും. അതായിരിക്കും ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഇത് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്പ്ലൈൻ ടൂൾ. ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ ഓട്ടോക്കാഡ് ചെയ്താട്ടോ, ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത കേസ് നമുക്കുണ്ട് എലിപ്സ് ആണ്. ഇപ്പൊ എലിപ്സ് ആണെങ്കിൽ നോക്കിയാൽ ഇതിൽ എലിപ്സ് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക ഒരു പോയിന്റ്, ദെൻ ഡ്രാഗ് ചെയ്യുക അടുത്ത പോയിന്റ്. ഇതിന് അളവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവുക, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് മേജർ ആക്സിസ്, അതുപോലെ തന്നെ മൈനർ ആക്സിസും, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള അളവ് മൈനർ ആക്സിസ്. ഇതാണ് ഇതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് എലിപ്റ്റിക്കൽ ഷേപ്പ് ഒക്കെ വരയ്ക്കാം. ഈ കാണുന്നൊക്കെ ഷേപ്പുകളാണ്. ഇതിനുള്ളിൽ തന്നെ പാർഷ്യൽ എലിപ്സ് ഉണ്ട്, ഒരു ഫുൾ എലിപ്സിന്റെ ഒരു പോർഷൻ മാത്രമായിട്ടൊക്കെ വരയ്ക്കാം. ജസ്റ്റ് കണ്ടോ, ഇങ്ങനെ ഫുൾ എലിപ്സ് ഉണ്ടെങ്കിൽ ഒരു പോർഷൻ മാത്രമായിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ വരയ്ക്കാം. അതേപോലെ തന്നെ പരാബോളിക് ഷേപ്പുകളും കോണിക് ഷേപ്പുകളും ഒക്കെ ഉണ്ട്. പരാബോള ഷേപ്പുകളൊക്കെ വരയ്ക്കാം, കോണിക് ഷേപ്പുകൾ, ഡയറക്റ്റ് ഷേപ്പുകളാണ് ഇതൊക്കെ. കോണിക് എടുക്കുക, കോണിക് ഷേപ്പുകളൊക്കെ വരയ്ക്കാം. നോക്കിയാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കണ്ടോ, അങ്ങനത്തെ കോണിക് ഷേപ്പുകളൊക്കെ വരച്ചെടുക്കാം. എസ്കേപ്പ് അടിച്ച് ക്യാൻസൽ ചെയ്താൽ ഫിനിഷ് ആയിക്കോളും. ഇതൊക്കെയാണ് ഷേപ്പിലേക്ക് വരുന്നത്. ഒന്നും കൂടി നോക്കാം. ഇപ്പൊ ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ വരച്ചിട്ട് നോക്കിയേ, നമുക്ക് ട്രിം ടൂൾ അറിയാലോ. ട്രിം ടൂൾ നമുക്ക് പവർ ട്രിം അറിയാം. പവർ ട്രിം മാത്രമേ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. പവർ ട്രിം അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒഴിവായി പോകുന്നൊരു മെത്തേഡ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത നെക്സ്റ്റ് പോയിന്റിലേക്ക് ടച്ച് ആവും. നോക്കിയേ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എവിടെയാണ് തൊട്ടടുത്ത നെക്സ്റ്റ് പോയിന്റ് അവിടേക്ക് ഇത് കട്ടോ ടച്ച് ആവും. നോക്കി, ഇത്രയേ ഉള്ളൂ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞത്. ട്രിമ്മിന് നേരെ ഓപ്പോസിറ്റ് ടൂളാണ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓട്ടോക്കാഡിൽ മിററും കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യില്ല, ഓട്ടോക്കാഡ് ചെയ്ത പോലെ തന്നെ സെയിം ടൂള് അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കാം. ഇൻഫിനിറ്റ് ലെങ്ത് എടുത്തു, ഒരു ഹൊറിസോണ്ടലും വരയ്ക്കുക, വെർട്ടിക്കലും വരയ്ക്കാം. നോക്കിയേ, സെൻറ്റർ എടുത്തു, ഇൻഫിനിറ്റ് ലെങ്ത് ഓൺ ചെയ്തു, ഈ പോയിന്റ് ഇങ്ങനെ ഹൊറിസോണ്ടല് ദെൻ വെർട്ടിക്കലും വരച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ഷേപ്പ് വരയ്ക്കാം. ഇതാണ് എൻ്റെ ഷേപ്പ്. ജസ്റ്റ് സ്കെച്ച് വരച്ചാൽ ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്യാം. ഇതാണ് മിറർ എൻറ്റിറ്റീസ്, മിറർ ടൂള്. ക്ലിക്ക് ചെയ്യുക, റഫറൻസ് മിറർ അബൌട്ടിൽ ഓപ്പോസിറ്റ് കൊടുക്കുക, ഓക്കെ അടിക്കുക. നോക്കിയേ, ഇതിന്റെ മിറർ ഇമേജ് ഇവിടെ കിട്ടി. ഇനി ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്തു, മിറർ ടൂൾ എടുത്തു, റഫറൻസ് ഞാൻ ഓപ്പോസിറ്റ് ഈ ഹൊറിസോണ്ടൽ കൊടുത്തു. നോക്കിയേ, ഇതിന്റെ മിറർ ഇമേജ് ഓപ്പോസിറ്റ് കിട്ടി. കണ്ടോ? ഈ കാണുന്ന ഗ്രീനില്ലേ, ഇതാണ് നമ്മളെ റിലേഷൻസ്, സ്കെച്ച് റിലേഷൻസ്, കൺസ്ട്രെയിൻസ്. അപ്പൊ ചിലപ്പോൾ ഡ്രോയിങ്ങിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ആരോ ക്ലിക്ക് ചെയ്യുക, ഇതിൽ ഈ കാണുന്നതാണ് സ്കെച്ച്, വ്യൂ സ്കെച്ച് റിലേഷൻസ്. ഇതങ്ങ് ഓഫ് ചെയ്താൽ മതി. ഇത് ഓഫ് ചെയ്ത് അങ്ങ് പോയിക്കോളും. പിന്നെ സ്കെച്ച് മാത്രം ഫ്രീ ആയിട്ടുണ്ടോ, മനസ്സിലായോ? മിറർ എൻറ്റിറ്റീസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോക്കാഡിൽ നമ്മൾ ഓഫ്സെറ്റ് ചെയ്യല്, ആ സെയിം ഓഫ്സെറ്റ് ടൂൾ ഇതിനകത്തുണ്ട്. ഓഫ്സെറ്റ് എൻറ്റിറ്റീസ്, ഓഫ്സെറ്റ് എടുക്കുക, ഒരു എഡ്ജ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് വാല്യൂ എടുക്കുക. ഇപ്പൊ 50 ആണ് 50, 85 ആണ് 85, എൻ്റർ ചെയ്യുക, ഓക്കെ അടിക്കുക. ഓക്കെ, ഇവിടെ ഒരു 85 ഒരു കോപ്പി വന്നിട്ടുണ്ട്. വളരെ സൂം ചെയ്ത് കാണാൻ പറ്റും. കണ്ടോ? ഇപ്പോൾ ഇവിടെ ഒരു സ്പ്ലൈൻ ഷേപ്പ് ഉണ്ടെന്ന് എനിക്ക് ഇതിന്റെ ഒരു 10 വേണ്ടി വരും. 10 ഞാനത് ഓഫ്സെറ്റ് എടുത്തു, സ്പ്ലൈൻ സെലക്ട് ചെയ്തു, റിവേഴ്സ് ഡയറക്ഷൻ കൊടുത്തു. റിവേഴ്സ് ആണ് ഓപ്പോസിറ്റ്. ബൈ ഡയറക്ഷൻ കൊടുക്കാൻ രണ്ട് സൈഡിലും വരും കേട്ടോ, രണ്ട് സൈഡിലും വരും. ക്യാപ്പ് എൻ്റെ കൊടുത്താൽ ക്ലോസ് ആവും. ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് 25 അടിച്ചു, ഓക്കെ അടിച്ചു. നോക്കി, 25 ഒരു കോപ്പി ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? നമ്മളിപ്പോൾ ഒരു ആർക്കാണ് വരയ്ക്കുന്നതെങ്കിൽ ആർക്കിന്റെ കോപ്പി എടുക്കുക. ഫോർ എക്സാമ്പിൾ 3 പോയിന്റ് ആർക്ക് എടുത്തു, ഒരു പാരലൽ കോപ്പി, ഓഫ്സെറ്റ് എടുത്തു, ഡിസ്റ്റൻസ് കൊടുക്കുന്നത് 25, ഓക്കെ അടിച്ചു. നോക്കിയേ, ക്ലിയർ ആണോ? നമ്മൾ ഓട്ടോക്കാഡിൽ എങ്ങനെ ഓഫ്സെറ്റ് ചെയ്യുന്ന സെയിം ഓഫ്സെറ്റ് ചെയ്യാനാണിത്. മനസ്സിലാവുന്നുണ്ടത്? ട്രിമ്മും എക്സ്റ്റെൻഡും പറഞ്ഞു, ഓഫ്സെറ്റ് പറഞ്ഞു, മിറർ എൻറ്റിറ്റീസ് പറഞ്ഞു. ഇത് രണ്ടും അവിടെ കിടക്കട്ടെ. ഇത് നമുക്ക് നാളെ നോക്കാം. ടൂൾ പ്രാക്ടീസ് ചെയ്യണം. കൺസ്ട്രെയിൻ ഒന്നും മെയിനായിട്ട് നോക്കണ്ട, ജസ്റ്റ് ടൂൾസ് ഒക്കെ ഒന്ന് കിട്ടുമോ നോക്കുക. ലൈൻ ടൂൾ തന്നെ കൺസ്ട്രക്ഷൻ ലൈൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻട്രൽ ലൈൻ ഇൻഫിനിറ്റ് ലെങ്ത് ഓൺ ചെയ്താൽ മതി. ദെൻ നോർമൽ ലൈന്, മിഡ് പോയിന്റ് ലൈന്. ഇനി റെക്ടാങ്കിൾ വരികയാണെങ്കിൽ റെക്ടാങ്കിളിൽ
കോർണർ റെക്ടാങ്കിൾ, സെന്റർ റെക്ടാങ്കിൾ, 3 പോയിന്റ് കോർണർ റെക്ടാങ്കിൾ, 3 പോയിന്റ് സെന്റർ റെക്ടാങ്കിൾ, പാരലോഗ്രാം. സ്ലോട്ടിൽ വരികയാണെങ്കിൽ ഇത്രയും സ്ലോട്ടുകൾ: സ്ട്രൈറ്റ് സ്ലോട്ട്, സെന്റർ പോയിന്റ് സ്ട്രൈറ്റ് സ്ലോട്ട്, 3 പോയിന്റ് ആർക്ക് സ്ലോട്ട്, സെന്റർ പോയിന്റ് ആർക്ക് സ്ലോട്ട്. ഇതെല്ലാം ഡയറക്റ്റ് ഷേപ്പുകളാണ്. അതുപോലെ സർക്കിളിന്റെ ഓപ്ഷനിൽ സർക്കിളിന്റെ നോർമൽ സർക്കിളും പെരിമീറ്റർ സർക്കിളും. ഇനി അതുപോലെ ആർക്കിൽ വരികയാണെങ്കിൽ നോർമൽ ആർക്ക് ഉണ്ട്, 3 പോയിന്റ് ആർക്ക് ഉണ്ട്, സെന്റർ പോയിന്റ് ആർക്ക്, 3 പോയിന്റ് ആർക്ക്, ദെൻ ടാൻജന്റ് ആർക്ക്, ഡയറക്റ്റ് ടാൻജൻസിയിൽ കൊടുക്കാൻ പറ്റും. ദെൻ പോളിഗൺ വരയ്ക്കുക. പോളിഗൺ 2 മെത്തേഡ് വെച്ച് വരയ്ക്കുക, ഇൻസ്ക്രൈബിഡും സർക്കംസ്ക്രൈബിഡും വെച്ചിട്ട്. ദെൻ ഇറഗുലർ ഷേപ്പ് വരയ്ക്കാനുള്ള സ്പ്ലൈൻ ടൂള്, എലിപ്സ്, പരാബോള, പാർഷ്യൽ എലിപ്സ്, കോണിക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക. പിന്നെ ഫില്ലറ്റും ചാമ്പറും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കെച്ച് ഫില്ലറ്റും സ്കെച്ച് ചാമ്പറും, നോർമൽ പോയിന്റുകൾ, ടെക്സ്റ്റുകളൊക്കെ ഞാൻ പറഞ്ഞു, ടെക്സ്റ്റ് ഒക്കെ നോട്ടായി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ട്രിമ്മിലും എക്സ്റ്റെൻഡിലും ബേസിക്സ് പറഞ്ഞു. ഇതൊന്നും നമുക്കിപ്പോൾ വേണ്ട. ഓഫ്സെറ്റ് ടൂൾ പറഞ്ഞു. ദെൻ മിറർ എൻറ്റിറ്റീസ്, മിറർ ചെയ്യാനുള്ള ടൂളും ഓഫ്സെറ്റ് ചെയ്യാനുള്ള ടൂളും, ഇതെല്ലാം ഓട്ടോക്കാഡ് ലെവൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഇത്ര മാത്രം ചെയ്താൽ മതി ഇന്ന്. ദെൻ എക്സിറ്റ് അടിക്കുക, ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുക. ഫയൽ സേവ് ചെയ്യേണ്ട, ജസ്റ്റ് ഡോൺ സേവ് അടിച്ച് ക്ലോസ് ചെയ്തേക്കുക. ദെൻ സോഫ്റ്റ്വെയറും ക്ലോസ് ചെയ്തേക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ന്യൂ എടുക്കുക, പാർട്ട് മോഡലിൽ പോവാം, ഓക്കെ അടിക്കുക. നമുക്കൊരു പ്ലെയിൻ വേണം, ഏതെങ്കിലും പ്ലെയിൻ എടുത്താൽ തൽക്കാലം. അപ്പോൾ ഞാൻ ടോപ്പ് പ്ലെയിൻ ആണ് എടുക്കുന്നത്, ടോപ്പ് പ്ലെയിൻ എടുക്കുക, സ്കെച്ച് കൊടുക്കുക. സ്കെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരെ സ്കെച്ചിലേക്ക് ചേഞ്ച് ആവും. ഇൻ കേസ് ഇവിടെ പ്ലെയിൻ എല്ലാം ഓണായി കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ ഷോയിലാണുള്ളതെന്ന് വിചാരിക്കും. നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് പ്ലെയിൻ മൊത്തത്തിൽ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വരക്കേണ്ട കാര്യങ്ങളൊക്കെ വരയ്ക്കുക. കൺസ്ട്രെയിൻ ചെയ്യേണ്ട മെത്തേഡിൽ കൺസ്ട്രെയിനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. സ്കെച്ചും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സിറ്റ് അടിക്കുക. എക്സിറ്റ് അടിച്ച് എന്ത് ചെയ്യുക, ഈ ഫയലിനെ സേവ് ചെയ്താൽ മതി. അപ്പം ഇന്ന് നമുക്ക് സേവ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പം എക്സിറ്റ് അടിച്ച സ്കെച്ചിനെ തിരിച്ച് എഡിറ്റിങ്ങിലേക്ക് പോകാൻ എന്ത് ചെയ്താൽ മതി, സ്കെച്ച് സെലക്ട് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, എഡിറ്റ് സ്കെച്ച് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പം നോർമൽ 2D സ്കെച്ചിലേക്ക് ചേഞ്ച് ആവും. ഇത്രയേ ഉള്ളൂ പരിപാടി. ക്ലിയർ ആയിട്ടുണ്ടോ? ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, ഇത്രയും കാര്യങ്ങൾ. നാളെ നമുക്ക് എന്ത് ചെയ്യുക, ചെറിയത് ബേസിക് സ്കെച്ച് വെച്ചിട്ട് കൺസ്ട്രെയിൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അതിൽ ബാക്കി ടൂൾസും പിന്നെ കൺസ്ട്രെയിൻസ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ എടുക്കും. വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ടൂൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അത് മാത്രം ചെയ്താൽ മതി. അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, കിട്ടുന്നുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ അല്ലത്? ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഇൻ കേസ് സ്റ്റക്ക് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇരിക്കാം. അത് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് എടുക്കും ഒന്ന് നോർമൽ ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ആദ്യത്തെ സെഷനിൽ കംപ്ലീറ്റ്ലി സ്കെച്ച് പ്രാക്ടീസിങ്ങിൽ കൺസ്ട്രെയിൻസ് ആണ് നിങ്ങൾക്ക് തരിക. കൺസ്ട്രെയിൻ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുക ഡ്രോയിങ്. അപ്പോൾ മാക്സിമം കൺസ്ട്രെയിൻ ചെയ്തിട്ട് ഒരു ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ ഫിനിഷ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യുക, 3D മോഡലിംഗ് ചെയ്യാം. 2D സ്കെച്ച് കറക്റ്റാണ്, 3D മോഡലിംഗ് വലിയ കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ 3D കറക്റ്റാണ്, അസംബ്ലി ഓക്കെ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ 2D ഡ്രോയിങ് നമ്മൾ ഫ്യൂച്ചറിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തും അതും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ സ്കെച്ചറിൽ എന്തെങ്കിലും ഒരു 2D സ്കെച്ചിങ്ങിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അളവിനോ ഷേപ്പിനോ എന്തെങ്കിലും ഒരു മിസ്സിങ് ഉണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ബാധിക്കും. നമ്മളെ മോഡലാണെങ്കിലും അസംബ്ലി ആണെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് സ്കെച്ച് പ്രാക്ടീസ് ചെയ്യുക, സ്കെച്ച് ഫുള്ളി ഡിഫൈൻ ചെയ്യുക, അറസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം 3D ചെയ്യുക. അപ്പോൾ ആ രീതിയിലുള്ള പ്രാക്ടീസാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നുണ്ട്. ആദ്യത്തെ 1-2 സെഷൻ ഞാൻ കാണിച്ചു തരാം ഏത് രീതിയിലാണ് കൺസ്ട്രെയിൻ ചെയ്യേണ്ടതെന്നുള്ളത്. അതിനുശേഷം മാത്രം നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ?